പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 കൊമേഴ്സിൻ്റെ അക്കൗണ്ടൻസിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അത് തന്നെ ആദ്യത്തെ സെക്ഷനിൽ 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ്, പിന്നെ 2 മാർക്കിൻ്റെ, പിന്നെ 3 മാർക്കിൻ്റെ, അവസാനം 5 മാർക്കിൻ്റെ. ഇപ്പോൾ കഴിഞ്ഞു പോയ വീഡിയോസിൽ നമ്മൾ 2 മാർക്കിൻ്റെയും അതേപോലെ തന്നെ 3 മാർക്കിൻ്റെ അല്പം ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചു. ഇനി 3 മാർക്കിൻ്റെ ബാക്കി വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 തിയറി ക്വസ്റ്റ്യൻസും ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസുമാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, 3 മണിക്കൂർ എക്സാമാണ്. ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എക്സാം എഴുതേണ്ടത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥിക്ക് 26 മാർക്കും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിക്ക് 33 മാർക്കും എഴുതി പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ നിന്നെടുത്ത് അതിൽ 3 മാർക്കിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 43ാമത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ക്രോസ് സെക്ഷണൽ അനാലിസിസ്. ഈ ക്രോസ് സെക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് വിവരിക്കാനാണ്. ഇത് നമുക്ക് വരുന്നത് സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഭാഗത്താണ് ഇത് വരുന്നത്. ക്രോസ് സെക്ഷണൽ അനാലിസിസ് അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വരുന്ന ചാപ്റ്ററിലാണ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫെയിം കമ്പാരിസൺ ആണ്. സിമിലർ ആയിട്ടുള്ള 2 ഫേമുകൾ കമ്പയർ ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, അവരുടെ പ്രോഫിറ്റബിലിറ്റി ക്യാരക്ടറൊക്കെ കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ക്രോസ് സെക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫേം എ എന്ന് പറയുന്ന ഒരു ഫേം അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 15% പ്രോഫിറ്റ് ഏൺ ചെയ്തു. സിമിലർ രീതിയിലുള്ള ഒരു ഫേം ബി എന്ന് പറയുന്ന ഒരു ഫേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 20% പ്രോഫിറ്റ് ഏൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇഫ് ദ ഫേം ബി ഈസ് ബെറ്റർ ദാൻ എ, ബി എന്ന് പറയുന്ന ഫേം എയേക്കാൾ ബെറ്റർ ആണ്. കാരണം 20% ബി, ഒരേ സ്വഭാവമുള്ള 2 ഫേമിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഒരേ അംശത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ബി നേടി. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എ എന്നുള്ള ഒരു ഫേം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഇന്റർഫെയിം കമ്പാരിസൺ കഴിയുന്നില്ല. അപ്പോൾ അത്തരം 2 ഫേമുകൾ തമ്മിൽ, സിമിലർ ക്യാരക്ടർ 2 ഫേമുകൾ തമ്മിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ക്യാരക്ടർ കമ്പയർ ചെയ്യുന്നതിനാണ് ഇന്റർഫേം അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് എഴുതാൻ അറിയാത്തവർക്ക് അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നത് എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇന്ററിൻ ഡിവിഡൻഡ് ആണ് ഇൻ ക്യാഷ് ഫ്ലോ. ഇന്ററിൻ ഡിവിഡൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എവിടെയൊക്കെ കാണിക്കണം, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരച്ച് നമ്മുടെ ഗൈഡിലുണ്ട്. ഏകദേശം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഗൈഡിൽ നമുക്ക് 375ാമത്തെ പേജിൽ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇന്ററിൻ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണുന്നുണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കാണുന്നുണ്ട്. ആ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ കൂടെ തന്നെയാണ് ഇന്ററിൻ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കേണ്ടത്. അതേ വർഷത്തെ ഇന്ററിൻ ഡിവിഡൻഡ് കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ഇന്ററിൻ ഡിവിഡൻഡ് പിന്നെ കാണുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലും ചേർക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ക്യാഷ് ഫ്രം ഫിനാൻസ് ആക്ടിവിറ്റിയിൽ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂസ് ഓഫ് ഷെയർ ഡിബെഞ്ചർ ഉണ്ടാവും, ലോങ് ടേം ബോറോയിൻ്റെയും അതിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഫൈനൽ ഡിവിഡൻഡും ഇന്ററിൻ ഡിവിഡൻഡും നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിൽ വരുന്നത് എക്സ്പ്ലെയിൻ ദി വേരിയസ് ഐറ്റംസ് ഡിഡക്ഷൻ ആണ്. വേരിയസ് ഐറ്റം ഡിഡക്റ്റഡ് യൂസ് ദി പേറോൾ അക്കൗണ്ടിങ് ആണ്. 36ാമത്തെ ചാപ്റ്ററിൽ പേറോളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. വാട്ട് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് പേറോൾ ഡിഡക്ഷൻ ആണ്.
അതിൽ എന്തൊക്കെ ഡിഡക്ഷൻ ചെയ്യാൻ ഇവിടെ വിവരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയുന്നത്. പ്രൊഫഷണൽ ടാക്സ് വരുന്നുണ്ട്. ഗൈഡിൽ നമുക്ക് 387 പേജിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 36 ചാപ്റ്ററിൽ കാണും. PF കാണുന്നുണ്ട്, ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് കാണുന്നുണ്ട്, റിക്കവറി ലോൺ ഇൻസ്റ്റാൾമെന്റ് വരുന്നുണ്ട്, അതേപോലെ ഇനി അതർ ഡിഡക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സെന്റൻസെങ്കിലും ഇപ്പോൾ ഈ ഗൈഡിൽ കാണിക്കുന്ന രീതി ഓരോ സെന്റൻസെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇത് അറിയാത്തവർക്ക് വേറെ ചോദ്യമുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഗ്രാഫ് ഓർ ചാർട്ടാണ്. ഇതൊക്കെ ഓപ്ഷൻ മോഡുകൾ വരുന്നതാണ്. അതായത് ഗൈഡിൽ 395 പേജുണ്ട്. ഗ്രാഫും ചാർട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ 11 ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ഹെൽപ്പ് ടു എക്സ്പ്ലോർ. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 3 പോയിന്റ് ഇതിൽ വരുന്നുണ്ട്. ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. മെനി ടൈം വി ഷുഡ് ലൈക്ക് ദർ ഈസ് എ റിലേഷൻഷിപ്പ്. ഇത് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ടാവും, വൈ എന്നുള്ള വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ്. അല്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും. പ്രൈസ് ഒരു വേരിയബിൾ ആണ്, ഡിമാൻഡ് വേറൊരു. ഇത് രണ്ടും നമ്മളൊരു ഗ്രാഫിൽ കാണിക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അറിയാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ ഹെൽപ്പ് ടു പ്രസന്റ് ആണ്. നമുക്ക് വി വാണ്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ പോസിബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഈ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്രം വായിക്കണം, കുറേ സമയം ഇരുന്നിട്ട് വായിക്കണം. ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ തന്നെ ഹെൽപ്പ് ടു കൺവിൻസ് ആണ്. ഓക്കെ, അതായത് ദിസ് വേ ടു ഗ്രാഫ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രസന്റ് ആൻഡ് എക്സ്പ്ലോർ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ ഉണ്ട്. ഇറ്റ് ആൾസോ യൂസ്ഡ് ടു കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഗുണങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോബ്ലംസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഒന്ന് വരുന്നത് 39 ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിൽ. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അറിയേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെയും ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ അറിയണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കണം, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എഴുതി ഇവിടെ കാണിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് OS എന്ന് എഴുതിക്കാണ്, പ്ലസ് പർച്ചേസ് പ്ലസ് നമ്മൾ അത് എഴുതി തന്നെ പഠിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 12,800, പർച്ചേസ് നമുക്ക് 6,400 അല്ലെ 64,000 വരുന്നുണ്ട് പർച്ചേസ്. അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട് 8,400, അതിന് ക്ലോസ് സ്റ്റോക്ക് 14,400 കുറച്ച് 70,800 വരുന്നത്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറക്കണം. അതായത് 12,50,000 ആണ് നമുക്ക് വരുന്നത്. അല്ല, 1,25,000 ആണ് വരുന്നത്. അതിന് 1000 കുറച്ച് 1,24,000 ആയി. ഓക്കെ, അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നത് നമുക്ക് നെറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണം. അപ്പോൾ 1,24,000 മൈനസ് 70,800 53,200 ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് അറിയാത്തവർക്ക് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇല്ലേ, റിസീറ്റ് ആൻഡ് പേയ്മെന്റിന്റെ ആ ചാപ്റ്ററിൽ നിന്നാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2021 20,000, ഔട്ട്സ്റ്റാൻഡിങ് 2021 1,500, റിസീവ്ഡ് 2020 ഓൺ അക്കൗണ്ടിങ് 2021 600, റിസീവ്ഡ് ഇൻ ദി ഇയർ 2021, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 2,200, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2,200 ഫോർ ദി ഇയർ 2022 1000. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി ഇയർ എൻഡ് 31/12/2. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എത്രയാണ്, ഏത് കാലയളവിൽ? 31/12/2021. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഏതാണ് നമ്മൾ ഇവിടുത്തെ വർഷം പറഞ്ഞേക്കാം, 31/12/2021 കണക്കാക്കിയ എമൗണ്ടിലെല്ലാം പ്ലസ് ചെയ്യുക. കറന്റ് ഇയർ 31/12/2021, അതിലേക്കുള്ള വരിസംഖ്യ മുഴുവൻ പ്ലസ് ചെയ്യുക. അതിലേക്ക് കണക്കാക്കിയിട്ടുള്ള എല്ലാ വരിസംഖ്യയും പ്ലസ് ചെയ്യുക. ഇതിന് തൊട്ടു മുമ്പുള്ള വർഷം 2022 ആണ്. പ്രീവിയസ് ഇയറിലേക്ക് കണക്കാക്കിയതെല്ലാം മൈനസ് ചെയ്യുക. ഇതിന് ശേഷമുള്ള വർഷം 2022. കാരണം നമുക്ക് 2021 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കണ്ടെങ്കിൽ അതിന് മുമ്പുള്ള വർഷമോ ശേഷമുള്ള വർഷത്തിലേക്കോ കണക്കാക്കിയ എമൗണ്ട് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, അത് മൈനസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ ഓരോന്ന് ഞാൻ വായിക്കാം.
സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിൻ ദി ഇയർ 2021. നമ്മൾ അക്കൗണ്ടിങ് ഇയർ 2021. അപ്പോൾ നമ്മൾ അത് ആദ്യം അങ്ങനെ തന്നെ എടുത്ത് എഴുതണം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000. ഇനി അടുത്ത ഐറ്റംസ് നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തത് ക്വസ്റ്റ്യൻസിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് 31/12/2021. 31/12/2021 കൊടുക്കാനുള്ളത് 21 കണക്കാക്കിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 1500 നമ്മൾ പ്ലസ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത ഐറ്റംസ് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദി ഇയർ 2020 റിസീവ് ചെയ്തു ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇയർ 2021 എമൗണ്ട് 20 റിസീവ് ചെയ്തു. നേരത്തെ സ്വീകരിച്ചു, പക്ഷെ അത് ഏത് വർഷത്തേക്കുള്ള തന്നെയാണ്, 21 ഓക്കെ. 21 എമൗണ്ട് നേരത്തെ സ്വീകരിച്ചു, 2020 തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ 600 പ്ലസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 22,100. ഇനി അതിന് മൈനസ് ചെയ്യാനുള്ള ഐറ്റങ്ങൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ സ്വീകരിച്ചു 2021 ഫോർ ദ ഇയർ 2020. 20 എമൗണ്ട് 21 സ്വീകരിച്ചു. കാരണം 20 എമൗണ്ട് 21 സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് 21 കാണിക്കാൻ പറ്റില്ല, അത് 20 തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 200 മൈനസ് ചെയ്യാം. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദ ഇയർ 2021 ഫോർ ദ ഇയർ 2020. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു 2021 ഫോർ ദ ഇയർ 22 എമൗണ്ട് 21 സ്വീകരിച്ചു. 22 എമൗണ്ട് എന്ന് പറയുമ്പോൾ 22 തന്നെയാണ് കൂട്ടാൻ പറ്റുള്ളൂ. അത് 21 വാങ്ങിയാലും 20 വാങ്ങിയാലും നമ്മളത് 21 ചേർക്കാൻ പാടില്ല, മൈനസ് ചെയ്യണം. അപ്പോൾ 29,000 ഈ എമൗണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഏത് വർഷത്തെയാണ് വരിസംഖ്യ കാണാൻ പറഞ്ഞെങ്കിൽ ആ വർഷത്തേക്കുള്ളതൊക്കെ പ്ലസ് ചെയ്യുക, അതിന് മുമ്പുള്ള വർഷമോ ശേഷമുള്ള വർഷത്തേക്കുള്ളതൊക്കെ മൈനസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ആണ്. 5 മാർക്കിൻ്റെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ മോഡൽ തന്നെയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നന്നായി പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, രണ്ടും പാടെ ചോദിക്കൂല, 4 ക്വസ്റ്റ്യൻസ് ആയി. അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, റീവാലുവേഷൻ അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. അതൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട് 5 മാർക്കിൽ. താങ്ക് യു.